മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് കാണുക. നമ്മൾ ആദ്യം സൈൻ ചെയ്ത് കോസ് ചെയ്തു, രണ്ടും സിമിലർ സ്റ്റെപ്പ് ആയിരുന്നു. ഇനി അടുത്ത് ചെയ്യാൻ പോണ സീക്കാണ്. സീക്കിനും കൊസീക്കിനും സിമിലർ സ്റ്റെപ്പ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സിനെ ഒന്ന് മാറ്റി എഴുതാം. 1/cos x ഉണ്ടാവും. എന്നിട്ട് വേണം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/cos x ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്, എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കാം. അപ്പോൾ 1/cos x പ്ലസ് എച്ച് മൈനസ് 1/cos x ഡിവൈഡഡ് ബൈ എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെറുതാക്കുക. ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ cos x മൈനസ് cos x പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos x ഇൻറ്റു cos x പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ഈ ഡിനോമിനേറ്റർ നമുക്ക് താഴത്തോട്ട് കൊടുക്കാം. രണ്ട് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ റെസിപ്രോക്കൽ എടുത്ത് രണ്ട് ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ തിരിഞ്ഞു കഴിയുമ്പോൾ cos x താഴത്ത് വരും. ദാറ്റ് ഈസ് ലിമിറ്റ് h ടെൻസ് ടു 0 cos x minus cos x plus h divided by h into cos x into cos x plus h. ഇനി നമ്മൾ ചെയ്യുന്നത് cos x minus cos y എന്നുള്ള ഫോർമുല ഉപയോഗിക്കും. ഫോർമുല ഏതാണ്? cos x minus cos y നേരത്തെ എഴുതിയിരുന്നു. -2 sin x plus y by 2 sin x minus y by 2. എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ എക്സ് തന്നെയാണ്, വൈന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് ആണ്. അപ്പൊ എക്സ്പാൻഡ് ചെയ്യാം. ലിമിറ്റ് h ടെൻസ് ടു 0 cos x minus cos y -2 sin x plus y by 2 sin x minus y by 2 whole divided by ഇവിടുത്തെ ബാക്കി ടേംസ് h ഇൻറ്റു cos x plus h. -2 കോൺസ്റ്റന്റ് പുറത്തോട്ട് എടുക്കാം. ലിമിറ്റ് h ടെൻസ് ടു 0. ഇവിടുത്തെ നേരത്തെ പോലെ സൈൻ x പ്ലസ് h ബൈ 2. ബാക്കി ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് x മൈനസ് എക്സ് പ്ലസ് എച്ച്. അപ്പോൾ എക്സ് മൈനസ് എക്സ് മൈനസ് എച്ച് ഇത് ഇത്രയും 0 ആയിപ്പോയി. ബാക്കി അവിടെ സൈൻ മൈനസ് എച്ച് ബൈ 2 whole divided by h into cos x into cos x plus h. ഇനി വേറൊരു റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പറയാം. സൈൻ മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. കാരണം സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. എക്സ് ഉള്ള സ്ഥലത്ത് മൈനസ് എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്താലും കിട്ടുന്നത് വേറെ ആണെങ്കിൽ നമ്മൾ അതിന് ഓഡ് ഫംഗ്ഷൻ എന്നാണ് സാധാരണ. അപ്പം സൈൻ ഓഫ് മൈനസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ആ റിസൾട്ട് ഉപയോഗിച്ച് അവിടുന്ന് മൈനസ് ഞാൻ കോമൺ എടുത്ത് മൈനസിന്റെ അകത്തുനിന്ന് എടുത്ത് അത് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആ കോൺസ്റ്റന്റ് ലിമിറ്റിന്റെ പുറത്തോട്ട് പോയി. ഇവിടെ -2 ഇൻറ്റു -1 എന്നായി, എന്നാണ് +2. ബാക്കി ലിമിറ്റ് h ടെൻസ് ടു 0 സൈൻ x പ്ലസ് h ബൈ 2 ബൈ h ഇൻറ്റു cos x ഇൻറ്റു cos x plus h sin h by 2. നേരത്തെ റിസൾട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി sin hന്റെ കൂടെ താഴെ മാത്രം മതി, h by 2 മാത്രം മതി, 1 ആക്കി കളയാം. നേരത്തെ സിമിലർ സ്റ്റെപ്പ് ബാക്കി ഒരുമിച്ച് എഴുതാം. ലിമിറ്റ് h ടെൻസ് ടു 0 sin x plus h by 2 ഡിവൈഡഡ് ബൈ cos x ഇൻറ്റു cos x plus h ഒരുമിച്ച് എടുത്ത് ബാക്കി ലിമിറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 sin h by 2 by h by 2. ഇവിടുത്തെ h ആണ്, ഈ ഫ്രണ്ടിലെ 2 ആണ് താഴത്ത് വന്നത്. ഇത്രയും ഉത്തരം 1 ആയിപ്പോയി. ബാക്കി ലിമിറ്റ് h ടെൻസ് ടു 0 sin x plus h by 2 by cos x into cos x plus h. ഇത്രയും 1 ആണ്. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 1 ആയി. ബാക്കി ലിമിറ്റ് h ടെൻസ് ടു 0 ടെൻസ് ടു 0 നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0 ആയി. അപ്പോൾ ബാക്കിയുള്ളത് സൈൻ എക്സ് ഇവിടെ 0 ആയി. ബാക്കിയുള്ളത് cos x ഇൻറ്റു cos x. ഇനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1/cos x എന്തായി? sec x ആയി. ബാക്കിയുള്ളത് sin x by cos x, അത് tan x.
അപ്പോൾ സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി സീക്ക് എക്സ് ടാൻ എക്സ്. നാലാമത്തെ ചോദ്യം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കൊസീക്ക് എക്സ്. കൊസീക്ക് എക്സിനെ നമുക്ക് 1/sin x എന്ന് വിളിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 1/sin x പ്ലസ് h മൈനസ് 1/sin x ഡിവൈഡഡ് ബൈ h. നേരത്തെ പോലെ തന്നെ സിമിലർ സ്റ്റെപ്പാണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് താഴത്തോട്ട് പോകും, മുകളിലത്തെ വെച്ച് എക്സ്പാൻഡ് ചെയ്യുക. സിമിലർ സ്റ്റെപ്പാണ്. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ sin x മൈനസ് sin x പ്ലസ് h ഡിവൈഡഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ sin x പ്ലസ് h ഇൻറ്റു sin x. ഇത് താഴത്തോട്ട് ഒറ്റയടിക്ക് ഇൻറ്റു ചെയ്ത് അപ്പോൾ h ഇൻറ്റു sin x പ്ലസ് h ഇൻറ്റു sin x. ഇനി മുകളിലത്തത് sin x മൈനസ് sin y. sin x മൈനസ് sin y is equal to 2 cos x plus y by 2 sin x minus y by 2. ഈ ഫോർമുല ഉപയോഗിച്ചാണ് എക്സ്പാൻഡ്. That is limit h tends to 0 2 cos x plus h by 2 sin x minus x plus h by 2 whole divided by h into sin x plus h into sin x. നേരത്തെ പോലെ ഇത് x plus x 2x plus h by 2 ചെറുതാക്കുമ്പോൾ ഇവിടെ x plus h by 2 2 കോൺസ്റ്റന്റ് ആണ് പുറത്തോട്ടിട്ട് ലിമിറ്റ് h tends to 0 cos x plus h by 2 ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ x മൈനസ് എക്സ് 0 ബാക്കി മൈനസ് h ഉള്ളു സൈൻ മൈനസ് h by 2 ഹോൾ ഡിവൈഡഡ് ബൈ h ഇൻറ്റു സൈൻ എക്സ് പ്ലസ് h ഇൻറ്റു സൈൻ എക്സ്. നേരത്തെ പറഞ്ഞായിരുന്നു സൈനിൻ്റെ അകത്ത് മൈനസ് നമുക്ക് പുറത്തോട്ട് ഇടാം. ലിമിറ്റിൻ്റെ അകത്തോട്ട് ആയതുകൊണ്ട് ലിമിറ്റിൻ്റെ പുറത്തോട്ട് മൈനസ് ഇടുക. അപ്പോൾ ഇത് മൈനസ് 1 ഇൻറ്റു 2 മൈനസ് 2 ലിമിറ്റ് h ടെൻസ് ടു 0. നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഇത് ഇത്ര ഒരുമിച്ചിരുന്നു. ബാക്കി ഇവനെ ഒരുമിച്ച് എഴുതാൻ പറ്റി. ഇവിടെ എച്ചിൻ്റെ താഴെ ആരും കൂടെ വന്നാൽ 2 ആയ 1 ആക്കാൻ പറ്റും. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 cos x plus h by 2 by sin x plus h into sin x into limit sin h by 2 by h. Other step minus limit h tends to 0 cos x plus h by 2 by sin x plus h into sin x into ഈ 2 താഴത്തോട്ട് വിടുക. ഇറ്റ് ഈസ് ലിമിറ്റ് h tends to 0 sin h by 2 by h by 2. ഇത്ര ഉണ്ടാകുമ്പോൾ 1 ആയിപ്പോയി. ബാക്കി ഇത്രയേ ഉള്ളൂ. ഇതിന് ഡയറക്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ 0 ആവും. അപ്പോൾ ബാക്കി വേണ്ടത് മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. നേരത്തെ പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിടണം. മൈനസ് ഇട്ട് 1/sin x cosec x cos x by sin x cot x. അപ്പോൾ cosec x ന്റെ ഡെറിവേറ്റീവ് മൈനസ് cosec x cot x. അടുത്ത ക്വസ്റ്റ്യൻ f of x equal to tan x. tan x നെ മാറ്റി എഴുതാം sin x by cos x. അതിനുശേഷം മാത്രം ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. അപ്പോൾ f dash of x is equal to ലിമിറ്റ് h tends to 0. ഇവിടെ എക്സ് ഉള്ള സാധനം എക്സ് പ്ലസ് എച്ച് ആകും. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. അപ്പോൾ സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. നമ്മൾ ചെയ്യുന്നത് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് പ്ലസ് എച്ച് കോസ് എക്സ് minus cos x plus h sin x divided by cos x plus h cos x 1/h ന്റെ റെസിപ്രോക്കൽ h by 1 ന്റെ റെസിപ്രോക്കൽ 1/h അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു h കൂടും. ജസ്റ്റ് ഡിവൈഡ് ചെയ്ത്
അപ്പോൾ ഇനി ഈ ഫോർമുല നമുക്ക് ചെറുതാക്കാം. ഇനി ഉപയോഗിക്കുന്ന റിസൾട്ട് സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി എന്നാണ്. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. സൈൻ എക്സ് പ്ലസ് എച്ച് ആണ് ഇവിടുത്തെ എ, ഈ എക്സ് ആണ് ഇവിടുത്തെ ബി. ഇവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് എഴുതും. ഇങ്ങോട്ട് എഴുതുമ്പോൾ വന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് മൈനസ് ബിന്റെ സ്ഥാനത്ത് എക്സ് ബൈ എച്ച് ഇൻറ്റു കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0 ആയി പോയി. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി ഞാൻ ഈ ടേംസ് 0 ആക്കിയതിന് ശേഷം ഇത്രയും ടേംസ് അടുപ്പിച്ചെഴുതുക. ദാറ്റ് ഈസ് സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ബാക്കിയുള്ളത് 1 ബൈ കോസ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. ഇത്രയും നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് വെച്ച് 1 ആയിരിക്കും ഇത്രയും ടേംസ്. അതിനുവേണ്ടി അങ്ങനെ is equal to 1 into ഇവിടുത്തെ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എച്ച് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കാം. അപ്പോൾ വന്നത് 1 ബൈ കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ദാറ്റ് ഈസ് 1 ബൈ കോസ് സ്ക്വയർ എക്സ്. തിരിച്ചെഴുതുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി സീക്ക് സ്ക്വയർ എക്സ്. അപ്പോൾ അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് എക്സ്. കോട്ട് എക്സിനെ നമുക്ക് കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. നേരത്തെ ചെയ്ത ടാൻ എക്സിൻ്റെ സിമിലർ സ്റ്റെപ്പാണ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഫസ്റ്റ് ടേം ഉണ്ടാവും കോസ് എക്സ് പ്ലസ് എച്ച് ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ബൈ സൈൻ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. നേരത്തെ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, താഴത്തോട്ട് ഇടുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ റെസിപ്രോക്കൽ 1 ബൈ എച്ച്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 1 ബൈ എച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് സൈൻ എക്സ്. നേരത്തെ എഴുതിയ അതേ ഫോമില സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇവിടെ എന്റെ സ്ഥാനത്ത് എക്സ്, ബിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച്. ഇതിനെ തിരിച്ച് ചെറുതാക്കി എഴുതാം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ എ മൈനസ് ബി സൈൻ എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച് ബൈ എച്ച് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് മൈനസ് എച്ച്. എക്സ് എക്സും ഇവിടെ 0 ആയി, ബാക്കിയുള്ളത് മൈനസ് എച്ച്. ദാറ്റ് ഈസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 സൈൻ മൈനസ് എച്ച് ബൈ എച്ച് ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. സൈനിൻ്റെ അകത്ത് നെഗറ്റീവ് വരുവാണെങ്കിൽ പുറത്തോട്ട് എഴുതാം. അപ്പോൾ അത് ലിമിറ്റിൻ്റെ പുറത്തു. ബാക്കി വരുന്നത് മൈനസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഞാൻ ഇത്രയും ഉണ്ടാകുമ്പോൾ നേരത്തെ പോലെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ അതിൻ്റെ ഉത്തരം 1 ആയിക്കോട്ടെ. സൈൻ എച്ച് ബൈ എച്ച് ഇൻറ്റു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ബാക്കിയുള്ളത് 1 ബൈ സൈൻ എക്സ് പ്ലസ് എച്ച് ഇൻറ്റു സൈൻ എക്സ്. ഇത്രയതിൻ്റെ ഉത്തരം 1 ആയി. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എച്ച് ഉള്ള സ്ഥലത്ത് 0. അപ്പോൾ 1 ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്. ദാറ്റ് ഈസ് 1 ബൈ മൈനസ് 1 ബൈ സൈൻ സ്ക്വയർ എക്സ്. തിരിച്ചെഴുതുമ്പോൾ മൈനസ് കോസീക് സ്ക്വയർ എക്സ്. അപ്പോൾ കോട്ടെക്സിൻ്റെ ഡെറിവേറ്റീവ് കിട്ടി മൈനസ് കോസീക് സ്ക്വയർ എക്സ്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ്റെ ലാസ്റ്റ് ചോദ്യമാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ ഫോർമുല അനുസരിച്ച് എക്സ് ഉള്ള സ്ഥലത്തല്ല എക്സ് പ്ലസ് എച്ച് ഇടുക. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എക്സ് പ്ലസ് എച്ച് മൈനസ് 1 ബൈ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എക്സ് മൈനസ് എക്സ് പ്ലസ് എച്ച്
ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഹോൾ ഡിവൈഡഡ് ബൈ എച്ച്. മുകളിലത്തെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പം എക്സ് മൈനസ് എച്ച്, ഇത് രണ്ടും കൂടെ 0 ആയിപ്പോയി. ബാക്കി തന്നെ ഒരു മൈനസ് എച്ച് മാത്രം. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് എച്ച് ബൈ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ബൈ എച്ച്. പറഞ്ഞായിരുന്നു നേരത്തെ എച്ചിന്റെ റെസിപ്രോക്കൽ 1/h, അതെടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ എച്ചും കൂടെ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. ഡയറക്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യാം, എച്ച് ഉള്ള സ്ഥലത്ത് 0 കൊടുക്കുക. അപ്പോൾ വരുന്നത് മൈനസ് 1/x ഇൻറ്റു എക്സ് പ്ലസ് 0, ദാറ്റ് ഈസ് മൈനസ് 1/x. 1/xന്റെ ഡെറിവേറ്റീവ് ഇട്ട് മൈനസ് 1/x സ്ക്വയർ.